Dear students, ഇന്ന് നമ്മൾ തേർഡ് മോഡ്യൂളിലുള്ള ഇൻസ്ട്രക്ഷൻ പൈപ്പ്ലൈനിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് തേർഡ് മോഡ്യൂളിലുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂൾസ് ആർ സോ ലെങ്തി. പക്ഷേ ഈ ഒരു തേർഡ് മോഡ്യൂൾ വളരെ ചെറുതാണ്. ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് എത്തി. അപ്പോൾ ഈ തേർഡ് മോഡ്യൂളിൽ ഉള്ള എല്ലാ ടോപ്പിക്കും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ നമ്മൾ ഈ 3 ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്നും വിടാതെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷൻ പൈപ്പ്ലൈനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെഡിങ്. ഓക്കെ, അപ്പോൾ ഈ പൈപ്പ്ലൈനിങ് എന്താണെന്നുള്ളത് നമുക്കൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. എന്താണ് പൈപ്പ്ലൈനിങ്? ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കുറച്ച് കാര്യങ്ങൾ കാണാം അല്ലേ? അപ്പോൾ എന്താണ് ഇവിടെ ഒരു വാഷിംഗ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ആ വാഷിംഗ് സിസ്റ്റത്തിൽ തന്നെ ഒരു വാഷർ ഉണ്ട് ആൻഡ് പിന്നെ ഒരു ഡ്രയർ ദെൻ ഫോൾഡർ, ഇങ്ങനെ 3 കമ്പോണൻസ് ആണ് ഇതിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ലോഡ് ലോണ്ട്രി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സിസ്റ്റത്തിൽ വാഷർ ടേക്സ് 30 മിനിറ്റ്സ്. വാഷർ 30 മിനിറ്റ്സ് എടുക്കും, ഡ്രയർ 40 മിനിറ്റ്സ് എടുക്കും, അതുപോലെ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 20 മിനിറ്റ്സ്. അങ്ങനെ ടോട്ടൽ 90 മിനിറ്റ്സ് ആണ് ഒരു ലോഡ് നമ്മൾ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുമ്പോഴേക്ക് ഇത്രയും 90 മിനിറ്റ്സ് എടുക്കും. ഓക്കെ, ഇനി അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ 4 ലോഡ്, ഇതിപ്പോൾ ഒരു ലോഡിൻ്റെ കാര്യമാണ് പറഞ്ഞത്. 4 ലോഡ് ലോണ്ട്രി ഇതുപോലെ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാൻ ടോട്ടൽ എത്ര മിനിറ്റ്സ് എടുക്കും എന്നാണ്, അല്ലെങ്കിൽ എത്ര അവേഴ്സ് എടുക്കും, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ. ഇപ്പം 4 ലോഡ് നമ്മൾ ലോണ്ട്രിയിൽ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 6 PM സ്റ്റാർട്ടിംഗ് ടൈം 6 PM. അതിൽ ഫസ്റ്റ് ലോഡ് എന്ത് ചെയ്തു? വാഷ് ചെയ്തു, ദെൻ അത് ഡ്രൈ ചെയ്തു, ദെൻ ഫോൾഡ് ചെയ്തു. അപ്പോഴേക്ക് ഫസ്റ്റ് 90 മിനിറ്റ്സ് കഴിഞ്ഞു. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അടുത്ത ലോഡ് ഈ ഒരു വാഷറിലേക്ക് ഇട്ടു, അതിനുശേഷം ഡ്രൈ ചെയ്തു, ഡ്രയറിലേക്ക് ഇട്ടു, അതിനുശേഷം ഫോൾഡ് ചെയ്തു. അങ്ങനെ രണ്ടാമത്തെ ലോഡ് കംപ്ലീറ്റ് ആയി. അപ്പോൾ 90 + 90 180 മിനിറ്റ്സ്. ഓക്കെ, അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മളെ ടൈമും കൂടെ നോക്കുക. 6 PM ടു ഓൾമോസ്റ്റ് 9 PM ആകുമ്പോഴാണ് നമ്മൾ സെക്കൻഡ് ലോഡ് കഴിയുന്നത്. 3 hours എടുത്തു. ഓക്കെ, ഇനി തേർഡ് ലോഡ്. അപ്പോൾ സെക്കൻഡ് ലോഡ് കഴിഞ്ഞിട്ട് തേർഡ് ലോഡ് ഈ വാഷറിലിട്ടു, ഡ്രയറിലിട്ടു, അതിനുശേഷം ഫോൾഡ് ചെയ്തു, അങ്ങനെ എഗെയിൻ 90 മിനിറ്റ്സ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഫോർത്ത് ലോഡ് കഴിയുമ്പോഴേക്ക് എഗെയിൻ 90 മിനിറ്റ്സ്. അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര മിനിറ്റോളാണ് ഇത് എടുക്കുന്നത്? 4 ലോഡ് കഴിയുമ്പോഴേക്ക് ഓൾമോസ്റ്റ് 6 hours അല്ലേ? ഒരു ലോഡ് കഴിഞ്ഞ് അതിന് ശേഷം അടുത്ത ലോഡ്, അങ്ങനെ വരുമ്പോൾ നമ്മൾ 6 o'clock, അതായത് 6 PM സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ആ ഒരു ടാസ്ക് എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? നമ്മൾ മിഡ്നൈറ്റ് 12 o'clock കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 6 മണിക്കൂറോളം ഇത് ഇങ്ങനെ ലോണ്ട്രിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിന് പകരം ഒരു ലോഡ് കഴിഞ്ഞിട്ട് അടുത്ത ലോഡ് ഇടുന്നതിന് പകരം നമുക്ക് ആ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം എന്താണ്, ഇവിടെ ഈ ഒരു വാഷറിൽ നമ്മൾ ഫസ്റ്റ് ലോഡ് ഇട്ടു, അതിനുശേഷം അത് ഡ്രയറിലേക്ക് ഇടുമ്പം ഈ വാഷർ ഫ്രീ ആയി നിൽക്കുകയാണ്. ഇവിടെ ഡ്രൈ ചെയ്യുന്ന ആ ഒരു സമയം 40 മിനിറ്റ്സിൽ ഈ ഡ്രയർ ഫ്രീ ആണ്. അതുപോലെ ഈ ഫോൾഡ് ചെയ്തിരിക്കുന്ന 20 മിനിറ്റ്സിലും ഈ ഡ്രയർ ഫ്രീ ആയി നിൽക്കുകയാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഈ 60 മിനിറ്റ്സോളം എന്താണ്, ഈ ഡ്രയർ ഇവിടെ ഫ്രീ ആണ്. എന്നിട്ട് നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല. ഇനി നമ്മൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ടൈം എത്രത്തോളം കുറയ്ക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കാം. നമ്മൾ ഇനി എന്താ ചെയ്യുന്നത്? ആ ഒരു പൈപ്പ് ലൈനിങ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഈ ലോണ്ട്രിയിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എന്താക്കാൻ പറ്റും നോക്കാം. അപ്പോൾ ഫസ്റ്റ് ലോഡ് 30 മിനിറ്റ്സ് വാഷറിലിട്ടു, അതിനുശേഷം അത് ഡ്രയറിലേക്ക് ഇട്ടു. ഡ്രയറിലേക്ക് ഇടുമ്പോൾ എന്താണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്? ഈ വാഷർ ആ സമയത്ത് ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ലോഡ് ഈ വാഷറിലേക്ക് ഇടാം. നെക്സ്റ്റ് 40 മിനിറ്റ്സിൻ്റെ ആ ഒരു ടൈം ഗ്യാപ്പിൽ നമുക്ക് ഫസ്റ്റ് ലോഡ് സെക്കൻഡ് ലോഡ് വാഷറിലിടാം. അതിനുശേഷം എന്ത് ചെയ്യാം? ഈ 40 മിനിറ്റ്സ് ഇവിടുന്ന് ഡ്രയറിന്ന് ഉണക്കിയെടുത്ത സാധനങ്ങൾ ഫോൾഡ് ചെയ്യുന്ന ആ ഒരു സമയം,
ആ സമയം നമുക്ക് എന്ത് ചെയ്യാം, ഡ്രയറിലേക്ക് അടുത്ത ഇവിടുന്ന് സെക്കൻഡ് ലോഡ് ഡ്രയറിലേക്ക് ഇടുക. അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറേ അധികം സമയം നമുക്ക് ലാഭിക്കാം. അതായത് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് പൈപ്പ് ലൈനിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു 4 ലോഡ് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3.5 hours നമുക്കിവിടെ ആവശ്യം വരുന്നുള്ളൂ. നേരത്തെ 6 hours ആയിരുന്നു, അതിന് പകരം ഇവിടെ എത്ര 3.5 hours. ഓക്കെ, അത്രേ വരുന്നുള്ളൂ. അതായത് 9:30 ആകുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, ഒരു ഇപ്പോൾ ഈ ഒരു വാഷറിനെ ഒന്നും ഫ്രീ ആക്കി നിർത്താതെ അല്ലേ, നേരത്തെ സമയം എന്താണ്, ഒരു 60 minutesോളം ഫസ്റ്റ് ലോഡ് കഴിയുന്ന ആ ഒരു 60 minutesോളം എന്താണ് ഈ ഒരു വാഷറൊക്കെ ഫ്രീ ആയി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ഫ്രീ ആയിട്ട് നിൽക്കുന്ന ടൈം യൂട്ടിലൈസ് ചെയ്തിട്ട് അടുത്ത ലോഡ് നമ്മൾ വാഷ് ചെയ്യാനെടുത്തു. ഓക്കെ, സെക്കൻഡ് ലോഡ് ചെയ്തു. അപ്പം അത് ഡ്രയറിൽ പോകുമ്പം അടുത്ത ലോഡ് എടുത്ത് നമ്മൾ വാഷറിലിട്ടു. പിന്നെ ഈ ലോഡ് എന്ത് ചെയ്തു, ഫോൾഡ് ചെയ്യുന്ന സമയത്തേക്ക് നെക്സ്റ്റ് ലോഡ് ഡ്രയറിലിട്ടു. അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ടാസ്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ശരിക്കും പൈപ്പ് ലൈനിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ തിയററ്റിക്കൽ ആയിട്ടുള്ള പോർഷനിലേക്ക് വരാം. ഓക്കെ, തിയററ്റിക്കലായിട്ട് എന്താണ് പൈപ്പ് ലൈനിങ്? ഓക്കെ, അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് ഇവിടെ പറഞ്ഞത്. പൈപ്പ് ലൈനിങ് ഇസ് ദ പ്രോസസ് ഓഫ് arrangement of hardware elements of the CPU such that its overall performance is increased. Simultaneous execution of more than one instruction takes place in a pipeline processor. Okay, pipelining എന്ന് പറയുന്നത് എന്താണ്, is a process of arrangement of the hardware elements of the CPU. So CPUവിൻ്റെ ഹാർഡ്വെയർ എലമെൻറ്റ്സ് നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യാണ്. ആൻഡ് ഇറ്റ് കോസസ് വാട്ട് ടു ഇൻക്രീസ് ദി ഓവറോൾ പെർഫോമൻസ്. ഓവറോൾ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, CPUവിൻ്റെ ഹാർഡ്വെയർ എലമെൻറ്റ്സിനെ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യും. സോ വി ക്യാൻ എക്സിക്യൂട്ട് ദ ഇൻസ്ട്രക്ഷൻ സൈമിൾട്ടേനിയസ്ലി. നമുക്കപ്പോൾ നമ്മൾ സാധാരണ എന്താ, ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നിലധികം ഇൻസ്ട്രക്ഷൻ അറ്റ് ദ സെയിം ടൈം വി ക്യാൻ എക്സിക്യൂട്ട്. അതാണ് സൈമിൾട്ടേനിയസ് എക്സിക്യൂഷൻ ആണ്. സൈമിൾട്ടേനിയസ് എന്ന് പറഞ്ഞാൽ അറ്റ് ദ സെയിം ടൈം. ഓക്കെ, അറ്റ് ദ സെയിം ടൈം എക്സിക്യൂഷൻ ഓഫ് മോർ ദാൻ വൺ ഇൻസ്ട്രക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ എ പൈപ്പ് ലൈൻ പ്രോസസ്സർ. അപ്പോൾ ഒരു പൈപ്പ് ലൈൻ പ്രോസസ്സറിൽ എന്താണ്, ഇൻസ്റ്റെഡ് ഓഫ് എക്സിക്യൂട്ടിംഗ് എ സിംഗിൾ ഇൻസ്ട്രക്ഷൻ വി ക്യാൻ എക്സിക്യൂട്ട് മോർ ദാൻ വൺ ഇൻസ്ട്രക്ഷൻ അറ്റ് ദ സെയിം ടൈം. ഓക്കെ, അതാണ് പൈപ്പ് ലൈനിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, ഇനി 2-stage പൈപ്പ് ലൈൻ, 2-stage ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ ആണ് ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫെച്ച് ആൻഡ് എക്സിക്യൂട്ട്, അതാണല്ലോ നമുക്ക് ശരിക്കും ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഫെച്ച് ആൻഡ് ബേസിക് ആയിട്ട് പറയുമ്പോൾ ഫെച്ച് ആൻഡ് എക്സിക്യൂട്ട് ആണ് വരുന്നത്. അപ്പോൾ ഇതൊരു സിംഗിൾ പ്രോസസ് ആവുന്നതിന് പകരം നമ്മൾ എന്താക്കി മാറ്റി, അതിനെ 2 പ്രോസസ്സാക്കി, 2 സ്റ്റേറ്റ് ആക്കി. ഫെച്ച് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റും എക്സിക്യൂട്ട് എന്ന് പറയുന്ന അടുത്ത സ്റ്റേറ്റും, അങ്ങനെ 2 സ്റ്റേജ് ആക്കി മാറ്റി. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു, അടുത്ത ഇൻസ്ട്രക്ഷൻ ആ ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷൻ എങ്ങോട്ട് ചെയ്യും, ആ ഫെച്ച് ഇൻസ്ട്രക്ഷൻ മാത്രം ഫെച്ച് ചെയ്താൽ പോരാ, നമുക്ക് ഓപ്പ് കോഡൊക്കെ ഫെച്ച് ചെയ്യണ്ട. അപ്പോൾ അതിനെ മൊത്തത്തിൽ നമ്മൾ ഫെച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുക, ഓപ്പ് കോഡ് ഫെച്ച് ചെയ്യുക, അതിനുശേഷം ഇതൊക്കെ എന്ത് ചെയ്യും, ഇൻസ്ട്രക്ഷൻസും ഓപ്പ് കോഡും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ഫെച്ച് സ്റ്റേജിൽ നിന്ന് ഇറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു എക്സിക്യൂട്ട് സ്റ്റേജ്. ഓക്കെ, എക്സിക്യൂട്ട് സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ എക്സിക്യൂട്ട് സ്റ്റേജിൽ നിന്ന് എന്ത് ചെയ്യും, ആ എക്സിക്യൂഷൻ നടന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ എക്സിക്യൂഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫെച്ച് സ്റ്റേജ് എന്താ, ആ സമയത്ത് ഫ്രീ അല്ലേ. അപ്പോൾ ഈ സമയത്ത് ഫ്രീ ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫെച്ച് സ്റ്റേജിന് അടുത്ത ഇൻസ്ട്രക്ഷൻ വേഗത്തിൽ ഇവിടുന്ന് മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കാം, ബഫർ ചെയ്ത് വെക്കാം. ഓക്കെ, എന്നാൽ എക്സിക്യൂട്ട് സ്റ്റേജിന് ആ ഇപ്പോൾ കറൻ്റ്ലി എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇൻസ്ട്രക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി അവൈലബിൾ ഇൻ ദി ഫെച്ച് ഫേസ്. ഓക്കെ, ഫെച്ച് സ്റ്റേജിൽ ഓൾറെഡി ആ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, അതിന് പെട്ടെന്ന് തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, അല്ലാതെ ഇതിന് ഇൻസ്ട്രക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. അപ്പോൾ അതുകൊണ്ട് എന്താ, സ്പീഡ് അവിടെ എന്ത് ചെയ്തു, കൂടി അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എന്ത്, ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ, 2-stage ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെ 2-stage ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം.
In two-stage pipeline, instruction processing is divided into two stages, that is fetch instruction and execute instruction. The pipeline has two independent stages. Independent stages. Two independent stages. രണ്ട് independent stage ആണ്. അതായത് independent എന്ന് പറഞ്ഞാൽ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതാണ് independent എന്ന് പറയുന്നത്. Okay. The first stage fetches an instruction and buffers it. First stage എന്ത് ചെയ്യും? Instruction fetch ചെയ്യും, എന്നിട്ട് അത് അവിടെ ബഫർ ചെയ്ത് വെക്കും. ബഫർ എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറിയാണ്, അവിടെ ബഫർ ചെയ്ത് വെക്കും. എന്നിട്ട് വെൻ സെക്കൻഡ് സ്റ്റേജ് ഇസ് ഫ്രീ, സെക്കൻഡ് സ്റ്റേജ് ഇപ്പൊ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് അടുത്ത ഇൻസ്ട്രക്ഷനും കൂടി കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇപ്പൊ കറന്റ് അത് ഫ്രീ ആയി നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷന് അവിടേക്ക് പാസ് ചെയ്യും. വെൻ ദി സെക്കൻഡ് സ്റ്റേജ് ഇസ് ഫ്രീ, ദ ഫസ്റ്റ് സ്റ്റേജ് passes the buffered instruction to stage 2. While the second stage is executing the instruction, the first stage takes advantage of any unused memory cycles to fetch and buffer the next instruction. അപ്പോൾ അതാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. ഇപ്പം ഫസ്റ്റ് സ്റ്റേജ് ഫ്രീ ആയി നിൽക്കുകയാണ്, സെക്കൻഡ് സ്റ്റേജ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിന് എന്ത് ചെയ്യാം? മെമ്മറിയിൽ നിന്ന് അടുത്ത ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തിട്ട് അത് ബഫർ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ പ്രോസസ്സിന് എന്താ പറയുന്നത്? ഇൻസ്ട്രക്ഷൻ പ്രീ ഫെച്ച്. ഇൻസ്ട്രക്ഷനെ നേരത്തെ ഫെച്ച് ചെയ്ത് വെക്കുക, അതാണ് പ്രീ ഫെച്ച് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫെച്ച് ഓവർലാപ്പ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇൻസ്ട്രക്ഷൻ പ്രീ ഫെച്ച് ഓർ ഫെച്ച് ഓവർലാപ്പ്. ദിസ് പ്രോസസ് വിൽ സ്പീഡ് അപ്പ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ. അപ്പോൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ സ്പീഡപ്പ് ചെയ്യുന്നതാണ് ഏത്? പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞ പ്രോസസ്. ഇറ്റ് ഇൻക്രീസസ് ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദി പ്രൊസസ്സർ. If the fetch and execute stages were of equal duration, the instruction cycle time would be halved. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? ഇൻസ്ട്രക്ഷൻ ഫെച്ചിനും ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനും ഓൾമോസ്റ്റ് ഈക്വൽ ഡ്യൂറേഷൻ ആണ് എടുക്കുന്നതെങ്കിൽ, ഇങ്ങനെ പൈപ്പ് ലൈനിങ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ടൈം നമുക്ക് പകുതിയാക്കി കുറയ്ക്കാൻ പറ്റും. To gain further speed up, the pipeline must have more stages. അപ്പോൾ ഇതിപ്പോൾ രണ്ട് സ്റ്റേജിൻ്റെ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി ഇതിലേക്ക് നമ്മൾ കൂടുതൽ സ്റ്റേജസ് നമ്മൾ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്പീഡ് കുറച്ചും കൂടെ കൂട്ടാൻ പറ്റും. ഓക്കെ, കുറച്ചും കൂടെ. ടു ഗെയിൻ ഫർദർ സ്പീഡ് അപ്പ് ദ പൈപ്പ് ലൈൻ മസ്റ്റ് ഹാവ് മോർ സ്റ്റേജസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ഇനി ചെയ്യുന്നത്? നേരത്തെ 2 സ്റ്റേജ് ഉള്ളത് നമ്മൾ എഗെയിൻ 6 സ്റ്റേജസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നേരത്തെ ഫെച്ച് സൈക്കിളും ഫെച്ച് സ്റ്റേജും എക്സിക്യൂട്ട് സ്റ്റേജ് ആയിരുന്നു. അതിനെ നമ്മൾ എഗെയിൻ ഡിവൈഡ് ചെയ്തു. ഏതൊക്കെ? ഫെച്ച് ഇൻസ്ട്രക്ഷൻ. ഒന്ന് ഫെച്ച് ഇൻസ്ട്രക്ഷൻ, നമുക്കറിയാം ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്നത്. ഡീകോഡ് ഇൻസ്ട്രക്ഷൻ, ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യാം. ദെൻ കാൽക്കുലേറ്റ് ഓപ്പറാൻഡ്സ്, ഓപ്പറാൻഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുക, ഓപ്പറാൻഡ്സിൻ്റെ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഫെച്ച് ഓപ്പറാൻഡ്സ്, ഓപ്പറാൻഡ്സ് ഫെച്ച് ചെയ്യാം. അപ്പം നേരത്തെ നമ്മൾ ഫെച്ച് സൈക്കിളില്ലേ, ഫെച്ച് സ്റ്റേജ് ഇല്ലേ, ഫെച്ച് സ്റ്റേജ് ആണ് ഈ കാണുന്നത്. കാണിച്ചു തരാം. നേരത്തെ ഫെച്ച് സ്റ്റേജിനെ നമ്മൾ എന്താ ചെയ്തത്? ഇത്രയും ഇങ്ങനെ 4 സ്റ്റേജ് ആക്കി ഡിവൈഡ് ചെയ്തു. ഒരു ഫെച്ച് സ്റ്റേജിനെ നമ്മൾ 4 സ്റ്റേജ് ആക്കിയിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെ? ഫെച്ച് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേജ്, ദെൻ ഡീകോഡ് ഇൻസ്ട്രക്ഷൻ. ഡീകോഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷൻസ് എന്താ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുക, അതാണ് ഡീകോഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന് ഓപ്പറാൻഡ്സ് ഫെച്ച് ചെയ്യണോ വേണ്ട എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പറാൻഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഓപ്പറാൻഡ്സിൻ്റെ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. നേരത്തെ നിങ്ങൾ ഓർക്കുക, നമ്മൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ സ്റ്റേറ്റ് ഡയഗ്രാം പഠിച്ചപ്പോൾ നമ്മൾ ഓരോ സ്റ്റേറ്റ്സും അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഓപ്പറാൻഡ്സിൻ്റെ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക? ഓപ്പറാൻഡ്സ് ഫെച്ച് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫെച്ച് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ 4 ആക്കി ഡിവൈഡ് ചെയ്തു. ഇനി എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ. എക്സിക്യൂട്ട് സ്റ്റേജിനെ നമ്മൾ ഇവിടെ എത്രയാക്കിയാണ് ഡിവൈഡ് ചെയ്തത്? അഗെയിൻ 2 ആക്കി ഡിവൈഡ് ചെയ്തു. ഏതൊക്കെ? എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷനും റൈറ്റ് ഓപ്പറാൻഡും. അപ്പോൾ എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നമ്മൾ എവിടെ എഴുതണം? മെമ്മറിയിൽ എഴുതണം. അതാണ് ഇവിടെ റൈറ്റ് ഓപ്പറാൻഡ് എന്ന് പറഞ്ഞ സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 6 സ്റ്റേജ് വെച്ചിട്ടാണ് നമ്മൾ പൈപ്പ് ലൈനിങ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ഓരോ ക്ലോക്ക് സൈക്കിൾ ടൈമിംഗ് ഡയഗ്രാം T1 ഓരോ ക്ലോക്ക് സൈക്കിളാണ്. അപ്പോൾ T1 എന്ന ടൈമിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു. ഓക്കെ, T1 എന്ന് പറയുന്ന ടൈമിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു. ഓക്കെ, പിന്നെ സെക്കൻഡ് ടൈമിൽ എന്ത് ചെയ്തു? ആ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്തു.
അപ്പോൾ ആ സമയത്ത് ഈ ഒരു ഫെച്ച് സ്റ്റേജ് എന്താണ്, ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്ലോക്ക് സൈക്കിളിൽ എന്താ നടക്കുന്നത്, ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ കാൽക്കുലേറ്റ് ഓപ്പറാൻഡ് കാൽക്കുലേഷൻ, ഓപ്പറാൻഡ് ഏതാണെന്ന് അതിൻ്റെ അഡ്രസ് കാൽക്കുലേഷൻ നടക്കുന്ന സമയത്ത് സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യാം. ഇനി ഫോർത്ത് സൈക്കിളിൽ നടക്കുന്നത് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ ഫെച്ച് ഓപ്പറാൻഡ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പറാൻഡ് കാൽക്കുലേഷൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റേജ് ഫ്രീ. അപ്പം ആ സമയത്ത് ഇവിടെ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുമ്പം നമുക്ക് മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ എങ്ങോട്ട് ഫെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ. ഓക്കെ, അതായത് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ ഓപ്പറാൻഡ് കാൽക്കുലേഷൻ നടക്കും. അതായത് തേർഡ് ക്ലോക്ക് സൈക്കിളിൽ എന്തൊക്കെ നടക്കുന്നത്, ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ ഓപ്പറാൻഡ് കാൽക്കുലേഷൻ, സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ്റെ ഡീകോഡിങ്, ദെൻ തേർഡ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുക. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും എന്തിൽ നടക്കുന്നുണ്ട്, തേർഡ് ക്ലോക്ക് സൈക്കിളിൽ നടക്കുന്നുണ്ട്. അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പം നമുക്ക് ഒരുപാട് ഇപ്പം സാധാരണ രീതിയിലാണെങ്കിൽ നമുക്കിവിടെ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ 6 ക്ലോക്ക് സൈക്കിൾസ് അല്ലേ വേണ്ടത്. അപ്പം അങ്ങനെ നമുക്ക് 9 ഇൻസ്ട്രക്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, 9 ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് ടോട്ടൽ എത്ര ക്ലോക്ക് സൈക്കിൾസ് വേണ്ടി വരും, 54 ക്ലോക്ക് സൈക്കിൾസ് വേണ്ടി വരും, വേണ്ടേ? ഓക്കെ, ഒരു ഇൻസ്ട്രക്ഷന് 6 ക്ലോക്ക് സൈക്കിൾസ് ആണ്. അപ്പോൾ അതുകൊണ്ട് 9 ഇൻസ്ട്രക്ഷൻസിന് 54 ക്ലോക്ക് സൈക്കിൾസ് വേണ്ടി വരും. പക്ഷെ അതിന് പകരം നമുക്ക് എത്ര ക്ലോക്ക് സൈക്കിളേ വേണ്ടി വരുന്നുള്ളൂ, ഈ 9 ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ 14 ക്ലോക്ക് സൈക്കിൾസേ നമ്മളിവിടെ ടോട്ടൽ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാണ് എന്ത്, ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പബ്ലിക് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ എഴുതിയെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് പഠിക്കുക. അതായത് 2 സ്റ്റേജ് പൈപ്പ് ലൈനിങ്ങും എഴുതുക, ഇതും എഴുതുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.